നമസ്കാരം. വളരെ സന്തോഷമുള്ള ഒരു വിശേഷത്തെക്കുറിച്ചാണ് കേട്ടോ എനിക്ക് സംസാരിക്കാനുള്ളത്. ശ്രുതിയെ നമ്മൾ ആരും മറന്നിട്ടുണ്ടാവില്ല. ചൂരൽമല ദുരന്തത്തിൽ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും കൂടാതെ ഏറ്റവും അടുത്ത 9 ബന്ധുക്കളെയും നഷ്ടപ്പെട്ട ശ്രുതി ഒറ്റയ്ക്കായിരുന്നു. ഒറ്റയ്ക്ക് അവൾ ജീവിച്ചു. അവൾക്ക് തുണയായി അവളുടെ കൂടെ ഉണ്ടായിരുന്ന അവളുടെ വിവാഹം കഴിക്കാനിരുന്ന യുവാവ്, ആ മനുഷ്യനും അകാലത്തിൽ മരണപ്പെട്ടു പോയി. ഒരു ആക്സിഡൻറ്റിൽ ശ്രുതിയോടൊപ്പം യാത്ര ചെയ്ത സമയത്ത് തന്നെയാണ് അയാളും മരണപ്പെട്ടത്. അവിടെ നിന്ന് ഗുരുതരമായിട്ട് പരിക്കേറ്റ ശ്രുതി ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു നടന്നു. സർക്കാർ അവളെ ചേർത്ത് പിടിച്ച് അവൾക്കൊരു ജോലി കൊടുത്തു. ആ ജോലിയിൽ പ്രവേശിച്ച് അവൾ സ്വന്തം കാലിൽ നിന്ന് ജീവിച്ച് ഇതുവരെ എത്തി. ഇപ്പോൾ ദാ അവൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്, ഒരു വിവാഹത്തിലേക്ക് കടക്കുകയാണ് എന്ന വിശേഷം നമ്മളുമായി പങ്കുവച്ചിരിക്കുകയാണ്. എനിക്ക് വലിയ ഒരു സന്തോഷവും അതിലുപരി ഒരു സ്ത്രീ എന്ന നിലയിൽ അഭിമാനവും ഒക്കെ തോന്നി. കാരണം നമ്മളൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേ തകരുന്ന ആളുകളാണ് മിക്കവരും. എന്തിനാണ് ഞാൻ ജനിച്ചത്, അല്ലെങ്കിൽ എന്തൊരു ജീവിതമാണ് എൻ്റേത് എന്ന് പഴിക്കുന്ന ആളുകളാണ്. എന്തു വേദനകളാണ് ജീവിതത്തിൽ അനുഭവിക്കുന്നത് എന്ന് പരിഭവിക്കുന്ന ആളുകളാണ്. പക്ഷേ ശ്രുതിയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. സ്വന്തം കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ടു, ബന്ധുക്കളെ മുഴുവൻ നഷ്ടപ്പെട്ടു, അവൾ ഒറ്റയ്ക്കായി. അവളെ ചേർത്ത് പിടിച്ച വിവാഹം കഴിക്കാനിരുന്ന പുരുഷനും നഷ്ടപ്പെട്ടു. ഇവരെല്ലാം മരണപ്പെടുകയാണ് ഉണ്ടായത്. എല്ലാവരും മരണപ്പെട്ടതിന് ശേഷവും അവൾ ഒറ്റയ്ക്ക് നിന്ന് ജീവിതത്തോട് പൊരുതി. അപ്പോൾ നമുക്ക് ചുറ്റുമുണ്ടാകുന്ന ഒരു കണ്ണീർ കടലിൽ അല്ലെങ്കിൽ ഒരു കണ്ണീർ തടാകമാണെങ്കിൽ അതിനകത്ത് മുങ്ങിത്താഴാതെ എങ്ങനെയെങ്കിലും കൈയും കാലും ഇട്ട് അടിച്ച് നീന്തി നമ്മൾ കര പറ്റണം. അങ്ങനെ കരപറ്റി നമ്മളെ കാണിച്ച് മാതൃകയായ ഒരു യുവതിയാണ് ശ്രുതി. എനിക്ക് വലിയ വലിയ പറഞ്ഞാൽ തീരാത്തത്രയും സന്തോഷം തോന്നുന്നുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ആക്രമണമാണ്, സൈബർ ആക്രമണങ്ങളാണ് അവൾക്ക് നേരെ നടന്നത്. അവളൊരു അപശകുനം പിടിച്ച സ്ത്രീയാണ്, യുവതിയാണ്. അതുകൊണ്ടാണ് അവൾ ചെല്ലുന്നിടത്തെല്ലാം എല്ലാവർക്കും അപകടമുണ്ടാകുന്നത്, ഇങ്ങനെ അകാലത്തിൽ മരണപ്പെടേണ്ടി വരുന്നത് എന്നൊക്കെ തുടങ്ങി അവളെ പഴിച്ചവരുണ്ട്. പിന്നെ അവളുടെ വസ്ത്രധാരണത്തെ പറ്റി, എല്ലാവരെയും നഷ്ടപ്പെട്ടിട്ടും ഇങ്ങനെയുള്ള വസ്ത്രധാരണത്തിനൊന്നും കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തിയവരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം മുന്നിൽ അവൾ വിജയിച്ച് കാണിക്കുകയാണ് ചെയ്തത്. ഇടയ്ക്ക് ശ്രുതിയെ ഒന്ന് വിമർശിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ എനിക്കും വന്നിരുന്നു. ആ വിമർശനം അങ്ങനെ തന്നെ, എൻ്റെ വിമർശനങ്ങളൊന്നും ഭാഗ്യവശാൽ എനിക്ക് മാറ്റേണ്ടി വന്നിട്ടില്ല. ശ്രുതിയെ വിമർശിച്ചത് വീട് വേണം എന്ന ആവശ്യവുമായിട്ട് വന്നതാണ്. ജോലി കൊടുത്തു, പണം കൊടുത്തു, ഇപ്പോൾ പണം തിരിച്ചു തരാം, എനിക്ക് വീട് വെച്ച് തന്നാൽ മതി എന്ന ആവശ്യവുമായിട്ട് ശ്രുതി ഇടയ്ക്ക് വന്നിരുന്നു. അപ്പോൾ ആ തീരുമാനം ശരിയല്ല എന്ന രീതിയിൽ ഞാൻ വിമർശിച്ചിരുന്നു. അത് തെറ്റാണ്. നമുക്ക് ഒരാൾ ഒരു സഹായം തന്നിട്ടുണ്ടെങ്കിൽ ആ സഹായത്തിൽ നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് ജീവിക്കാൻ നോക്കണം. ആ സഹായം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ നോക്കണം. അല്ലാതെ നിരന്തരം ഒരാളെ തന്നെ ചൂഷണം ചെയ്ത് അല്ലെങ്കിൽ ഒരു സഹായം തന്നെ പ്രതീക്ഷിച്ച് ജീവിക്കുന്നത് തെറ്റാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിലിപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ ശ്രുതിയുടെ ജീവിതത്തിന് എല്ലാവിധ മംഗളങ്ങളും നേരാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം ശ്രുതിക്ക് വേണ്ടി. ശ്രുതിയുടെ ബന്ധുക്കളെല്ലാം മലയാളികളാണ്. അങ്ങനെയാണ് ശ്രുതി കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ വിവാഹിതയാകാൻ പോകുന്നു എന്ന കാര്യവും അവർ ഒന്നിച്ചുള്ള ഫോട്ടോയും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ്. നമുക്കെല്ലാമുള്ള സന്തോഷം വാക്കുകൾക്കപ്പുറമാണ്. കമൻറ്റ് ബോക്സൊക്കെ കണ്ടപ്പോൾ മനസ്സൊക്കെ നിറഞ്ഞു എൻ്റെ. കാരണം എല്ലാവരും അകമഴിഞ്ഞ് വിവാഹ ആശംസകൾ നേരുകയാണ്, നന്മകൾ നേരുകയാണ്. ആ കുട്ടിയെ വേദനിപ്പിക്കരുതേ എന്ന് ആ യുവാവിനോട് അഭ്യർത്ഥിക്കുന്ന നിരവധി മലയാളികളെ ഞാൻ കണ്ടു. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരുപാട് ദുരിതങ്ങളിലൂടെ കടന്നുപോയ ആളാണ് ശ്രുതി. ഇനിയൊരു വേദന സഹിക്കാനുള്ള കരുത്ത് ശ്രുതിക്കുണ്ടോ എന്ന് പോലും അറിയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഇനി അങ്ങോട്ടെല്ലാം ചിരിയുടെ ദിനങ്ങൾ മാത്രമാകട്ടെ, സന്തോഷങ്ങൾ മാത്രമാകട്ടെ. ഒരുപാട് ദുഃഖങ്ങളുടെ ആ ഇരുണ്ട കാലഘട്ടം കഴിഞ്ഞു. ഇനിയുള്ളത് സന്തോഷത്തിൻ്റെ വെളിച്ചം മാത്രമായിരിക്കട്ടെ ശ്രുതിക്ക് എന്ന് മനസ്സ് നിറഞ്ഞ് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതൊരു മാതൃകയാക്കി നമുക്ക് എല്ലാവർക്കും എടുക്കാം കേട്ടോ. നമ്മൾ തകർന്നു പോകുന്നു എന്ന സമയത്ത്, നിസാര പ്രശ്നങ്ങൾക്ക് നമ്മൾ ജീവൻ ഒടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ദൈവത്തെ പഴിക്കുന്ന സമയത്ത്, മാതാപിതാക്കളെ പഴിക്കും ചിലർ. എന്തിനെന്നെ ജനിപ്പിച്ചു എന്ന് മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി ചോദിക്കുന്ന, അത്രയും ക്രൂരത കാണിക്കുന്ന മനുഷ്യരുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ ഇവരെക്കുറിച്ചൊക്കെ ചിന്തിക്കണം. ഇവരെയൊക്കെ പറ്റി നമ്മളൊന്ന് മനസ്സിലാക്കണം. എത്രത്തോളം വലിയ വലിയ ദുരന്തങ്ങളിലൂടെ കടന്നു പോയിട്ടും പിടിച്ചു നിന്നില്ലേ, എന്നിട്ട് നല്ലൊരു ജീവിതഘട്ടത്തിലേക്ക് എത്താൻ അവർക്കൊക്കെ സാധിച്ചില്ലേ. അപ്പോൾ എല്ലാവർക്കും നടക്കും, എല്ലാം നടക്കും. ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട്, ഒരു ഇറക്കത്തിന് ഒരു കയറ്റമുണ്ട്, ഒരു കുന്നിനൊരു കുഴിയുണ്ട്. ഇതൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് വെറുതെ അല്ല. നമ്മളൊക്കെ ഇന്ന് കുഴിയിലാണെങ്കിൽ ഒരു കുന്ന് നമ്മളെക്കാ തിരിപ്പുണ്ട്. ആ കുന്നിലേക്ക് കയറാൻ പക്ഷെ നമ്മൾ പരിശ്രമിക്കണം. കുഴിയിൽ കിടന്നുകൊണ്ട് കൈയും കാലും ഇട്ട് അടിച്ചാൽ പറ്റില്ല. എങ്ങനെങ്കിലും ആ
കുഴിയിൽ നിന്ന് വലിഞ്ഞ് കുന്നിലേക്ക് കയറാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഉണ്ടായാൽ നമുക്ക് കയറ്റം തന്നെ ജീവിതത്തിൽ സാധ്യമാകും. അതിന് ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ്, മാതൃകയാണ് ശ്രുതി. ശ്രുതിക്ക് വീണ്ടും വീണ്ടും വിവാഹ മംഗളാശംസകൾ നേരുന്നു. എൻ്റെ സ്നേഹത്തുമ്പികളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ശ്രുതിക്ക് ആശംസകൾ ഉണ്ടാവണം, പ്രാർത്ഥനകൾ ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി മാത്രമാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. നിങ്ങളുടെ കമൻറ്റുകൾ കൊണ്ട്, നിങ്ങളുടെ ആശംസകൾ കൊണ്ട്, നിങ്ങളുടെ നന്മയുള്ള വാചകങ്ങൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട്, നിറഞ്ഞ മനസ്സുകൊണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സ് ധന്യമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.